നമസ്കാരം, ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നക്ഷത്രഫലമാണ് പറയുന്നത്. അത് 2024 വർഷം. നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, രാശി ഫലമാണ് പറഞ്ഞത്, 12 രാശി. അപ്പം കമൻസ് വന്നായിരുന്നു, ചിലവർ വിളിച്ചിട്ട് ഫോൺ വഴിയും പറഞ്ഞായിരുന്നു. അതായത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് നക്ഷത്രം വെച്ച് പറയണം. ഈ 2024 വർഷം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ 3 നമ്മൾ പറയുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അതായത് ആദ്യം അശ്വതി മുതൽ ആയില്യം വരെ ആദ്യ പാർട്ട് പറയും. അത് 3 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മകം മുതൽ തൃക്കേട്ട വരെ ഒരു പാർട്ട്. അത് കഴിഞ്ഞ് മൂലനക്ഷത്രം മുതൽ മീനം വരെ, മീനത്തിലെ രേവതി വരെ. അപ്പോൾ ആദ്യം നമുക്ക് 9 നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. അത് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ്. എങ്ങനെയെന്ന് വെച്ചാൽ രാശി മാത്രം പറയല്ലേ, നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തി പറയണം, 2024 വർഷം എങ്ങനെയാണെന്നുള്ളത് പറയണം എന്നുള്ള ഒരു ഇത് വന്നായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആദ്യം നോക്കാൻ പോകുന്നത് 2024 വർഷഫലം അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെ. അത് മേടക്കൂറിലാണ് വരുന്നത് അശ്വതി. ഇവർക്ക് 2024 വർഷം മെയ് 1 വരെ, അതായത് 5 മാസ കാലയളവ് ജന്മഗുരുവാണ്. ശനി 11 തുടരുകയാണ് വർഷം മുഴുവനും. അപ്പോൾ ഇതിൽ നമ്മൾ കുഞ്ഞു ഗ്രഹങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് 11-ലും 12-ലും രാശിയിലും 2-ലും 3-ലും 4-ലും 5-ലും. ഇത്രയും ഭാവം നമുക്ക് വളരെ ഗുണകരമാണ്. അപ്പം നിലവിൽ 11-ൽ ശനി ഉണ്ടെങ്കിലും രാശിയിൽ ഗുരുവിൻ്റെ സ്ഥിതി മെയ് വരെ തുടരുന്നതിലും ശുക്രൻ്റെ സ്ഥിതിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം മാർച്ച് 31 മുതൽ സെപ്റ്റംബർ 20 വരെ, അതായത് 2024 മാർച്ച് 31 മുതൽ സെപ്റ്റംബർ 20 വരെ ശുക്രൻ ഈ 6 രാശിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വളരെ ഗുണമാണ്. ഈ 6 രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ധനാഗമം, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറും. പിന്നെ മെയ്ന് ശേഷം 1-ന് ശേഷം വ്യാഴൻ്റെ സ്ഥിതി 2-ലാകയാൽ അത് നമുക്ക് അനുകൂലമാണ്. അപ്പോൾ എന്തുകൊണ്ടും സെപ്റ്റംബർ വരെ വളരെ അനുകൂലമാണ് കാണുന്നത് ഈ സഞ്ചാരം. അപ്പോൾ ആ വർഷം മുഴുവനും നമുക്ക് നല്ലതാണ്. മെയ് വരെ രാശിയിൽ ഗുരുവിൻ്റെ സഞ്ചാരം ചെറിയ അരിഷ്ടത ഉണ്ടാക്കുമെങ്കിലും നമുക്ക് ശുക്രൻ്റെ അനുകൂലം വരുന്നതുകൊണ്ട് നമുക്ക് ഗുണഫലം ഏറി നിൽക്കും. അത് മേടക്കൂറുകാർക്ക്, അതിൽ പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിന്. അതിലിപ്പം ഒരു വയസ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 30 വയസ്സ് പ്രായമാണെങ്കിൽ, ഇപ്പം ചന്ദ്രദശയാണ് നടക്കുന്നത്. ദശ, അതായത് ജാതകത്തിലാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു 30 വയസ്സ് പ്രായമാണെങ്കിൽ ചന്ദ്രദശയാണ്. അതും പ്രത്യേകത പക്ഷബലമുള്ള ചന്ദ്രനാണെങ്കിൽ, അതിപ്പോൾ നമുക്ക് പറയാം. ചിലർ പറയാണ് ഞാൻ മിഥുനത്തിലെ അശ്വതിയാണ്. അപ്പം മിഥുനത്തിലെ അശ്വതി എന്ന് പറയുമ്പോൾ പക്ഷബലം ഇല്ല. ഇപ്പോൾ ഇടവത്തിലെ അശ്വതി ആണെങ്കിലും മാസമാണ് ഉദ്ദേശിക്കുന്നത്. ചിലർ പറയും, ഫോണിൽ പറയും, ഞാൻ ഇടവത്തിൽ അശ്വതിയാണ്, മീനത്തിൽ അശ്വതിയാണ്, അല്ലെങ്കിൽ മിഥുനത്തിൽ അശ്വതിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇടവത്തിലെ അശ്വതിക്കും മിഥുനത്തിലെ അശ്വതിക്കും കർക്കിടകത്തിലെ അശ്വതിക്കൊക്കെ പക്ഷബലം ഇല്ല ചന്ദ്രന്. അപ്പോൾ പക്ഷബലം വരണമെങ്കിൽ തുലാത്തിലെ അശ്വതി ആയിരിക്കണം, വൃശ്ചികത്തിലെ അശ്വതി ആയിരിക്കണം. മാസമാണ് ഉദ്ദേശിക്കുന്നത്. ധനുവിലെ അശ്വതി, മകരത്തിലെ അശ്വതി, കുംഭത്തിലെ അശ്വതി, മീനത്തിലെ അശ്വതി, ഇതൊക്കെ പക്ഷബലമുള്ള ചന്ദ്രൻ്റെ. അപ്പോൾ ഇവർക്ക് ചന്ദ്രദശ വളരെ ഗുണം ചെയ്യും. അപ്പോൾ ജാതകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഗോചരാൽ നോക്കുമ്പോഴും ജാതകത്തിൽ അങ്ങനെ അനുകൂല ഇതുണ്ടെങ്കിലും നമുക്ക് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. അപ്പോൾ പൊതുഫലം പറയുമ്പോൾ 6 രാശിയിൽ ശുക്രൻ്റെ സഞ്ചാരം ഈ കാലയളവ്, അതായത് 2024 മാർച്ച് 31 മുതൽ സെപ്റ്റംബർ 20 വരെ വളരെ അനുകൂലമാണ്. വ്യാഴൻ്റെ സഞ്ചാരം 2-ൽ മെയ്ന് ശേഷം വരുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണഫലം? ഇപ്പോൾ കുടുംബത്തിൽ ശുഭകാര്യം നടക്കാൻ വ്യാഴൻ്റെ സ്ഥിതി, ശുക്രൻ്റെ ഈ 6 രാശിയിലെ സഞ്ചാരം, വീട് വാഹനയോഗം, മനസ്സന്തോഷം, ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ഗുണം, എന്തുകൊണ്ടും അപ്പോൾ ലക്ഷറി ഗ്രഹമാണ് ശുക്രൻ. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണഫലം ഏറി നിൽക്കും. ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെ.
അപ്പോൾ ഭരണി നക്ഷത്രത്തിന് ജനനസമയം ശുക്രദശയാണ്. അതിപ്പോൾ നമുക്ക് ഓറലായിട്ട് 10 വർഷം കണക്കാക്കിയാലും, ഇപ്പോൾ മധ്യവയസ്സെന്ന് പറയുന്നത് ഒരു 35-30 വയസ്സാണെങ്കിൽ കണക്കാക്കുകയാണെങ്കിൽ ഇപ്പം കുജദശ അല്ലെങ്കിൽ രാഹുർദശയായിരിക്കും, അങ്ങനെ പറയാം. ജാതകത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ഗോചരാൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കണക്ക് വരും. അതായത് 2024 മാർച്ച് 31 മുതൽ സെപ്റ്റംബർ 20 വരെ ശുക്രൻ്റെ അനുകൂല സഞ്ചാരം നമുക്ക് വളരെ ഗുണകരമാണ്. പിന്നെ മെയ് 1 ശേഷം വ്യാഴൻ്റെ സഞ്ചാരവും ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ഗുണഫലം സിദ്ധിക്കും. അപ്പോൾ അതിപ്പോൾ നമുക്ക് പറയാം. മിഥുനത്തിലെ ഭരണിയാണെങ്കിലും കർക്കിടകത്തിലെ ഭരണി ആണെങ്കിലും ഇടവത്തിലെ ഭരണിയാണെങ്കിലും ചന്ദ്രന് പക്ഷഫലമില്ല. അപ്പോൾ പക്ഷഫലം വരണമെങ്കിൽ തുലാത്തിലെ ഭരണിയായിരിക്കണം. മാസമാണ് ഉദ്ദേശിക്കുന്നത്. വൃശ്ചികത്തിലെ ഭരണി, ധനുവിലെ ഭരണി, മകരത്തിലെ ഭരണി, ഇപ്പോൾ കുംഭഭരണി എന്നൊക്കെ പറയില്ലേ, കുംഭത്തിലെ ഭരണി, മീനഭരണി, ഇതൊക്കെ പക്ഷഫലമുള്ള ചന്ദ്രനുള്ള സമയം. അപ്പോൾ ഇവർക്കും ഈ 30-35 വയസ്സ് പ്രായമുള്ളവരാണെങ്കിലും രാഹുദശയാണെങ്കിലും നമുക്ക് അനുകൂലമാണ് കാണുന്നത്, പ്രതികൂലമല്ല. പിന്നെ മെയ് 1 ശേഷം വ്യാഴൻ്റെ സഞ്ചാരം 2-ലാകിയാൽ കുടുംബാഭിവൃദ്ധി, ധനാഗമം, വീട് വാഹനയോഗം കാണുന്നു. ഇപ്പോൾ പുത്രപുത്രാദികളുണ്ടെങ്കിലും അല്ലെങ്കിൽ വിവാഹത്തിന് തയ്യാർ നിൽക്കുന്ന കുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിലും വിവാഹയോഗം ഈ സമയം കാണുന്നു. പിന്നെ മെഡിക്കൽ എൻട്രൻസ് പോലെ പരീക്ഷ എഴുതാനോ വിജയം കൈവരിക്കാനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പോലെ എന്തെങ്കിലും ഗവൺമെൻറ് ജോലി സാധ്യത ഈ കാലത്ത് സംഭവിക്കും. പിന്നെ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും അവർക്കും ഈ സമയം ജോലി സാധ്യതയാണ് കാണുന്നത്. അപ്പം പൊതുഫലം പറയുമ്പോൾ 2024 വർഷം വളരെ ഗുണകരമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കാർത്തിക. അപ്പം കാർത്തിക കാലാണ് അതിൽ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മേടത്തിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാലാണ്. അപ്പം മേടത്തിൽ കാർത്തിക കാലേ ഉള്ളൂ. അപ്പം മേടരാശിയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഫലമാണ് നടക്കുന്നത്. അത് മെയ് 1 ശേഷം വളരെ അനുകൂലമാണ്. പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ ജനനസമയം സൂര്യദശയിലാണ് ജനിക്കുന്നത്. ഇപ്പം മധ്യവയസ്സാണെങ്കിൽ രാഹുർദശ പൂർത്തിയായി വ്യാഴദശയായിരിക്കും കാണുന്നത്. അതിപ്പോൾ ഒരു 32-33 വയസ്സാണെങ്കിൽ വ്യാഴദശ. ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ ഈ കാലയളവ് വ്യാഴൻ്റെ ഗോചരാൽ 2-ൽ സ്ഥിതി ചെയ്യുന്നതും ജാതകത്തിൽ അനുകൂല ഭാവത്തിലാണെങ്കിൽ സർവ്വ ഐശ്വര്യമാണ് ഫലം. ആർക്ക്? കാർത്തിക നക്ഷത്രക്കാർക്ക്. അത് മേടത്തിലെ കാർത്തിക. അപ്പോൾ ഇതിലെ പക്ഷഫലം നമ്മൾ നോക്കും. ഇപ്പോൾ ചിലർ പറയും ഞാൻ ഇടവത്തിലെ കാർത്തികയാണ്, അല്ലെങ്കിൽ മേടത്തിൽ തന്നെ കാർത്തികയാണെന്ന് പറയും. അപ്പോൾ മേടത്തിലൊക്കെ കാർത്തിക ജനിക്കുന്നത് മേടമാസം കാർത്തിക എന്ന് പറയുന്നത് അമാവാസ്യയാണ്. പക്ഷഫലം ചന്ദ്രനില്ല. ഇടവാണെങ്കിലില്ല, മിഥുനമാണെങ്കിലില്ല, കർക്കിടകമാണെങ്കിലില്ല. മാസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതിലാണ് ചന്ദ്രന് ബലം വരുന്നത്? വൃശ്ചികത്തിലെ കാർത്തിക, തുലാത്തിലെ കാർത്തിക, മകരത്തിലെ കാർത്തിക, കുംഭകാർത്തിക, അത് കുംഭമാസത്തെ കാർത്തിക, ഇവർക്കൊക്കെ പക്ഷഫലമുണ്ട് ചന്ദ്രന്. അപ്പോൾ എന്തുകൊണ്ടും ഈ 2024 വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക്, അതിൽ മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും. ഗവൺമെൻറ് ജോലി സാധ്യത മെയ് 1 ശേഷം വ്യാഴൻ്റെ സഞ്ചാരം 2-ലാകിയാൽ, അതായത് ശുക്രൻ്റെ വീടായ 2-ലാകിയാൽ ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു. അതും പ്രത്യേകിച്ച് ശുക്രൻ്റെ വീടെന്ന് പറയുന്നത് കാർഷിക സംബന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ അഗ്രികൾച്ചറിൽ ജോലി കിട്ടാനോ അല്ലെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള, അതായത് ഇപ്പം ഷിപ്പിലൊക്കെ ജോലി കിട്ടാനോ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇതുപോലെ അതിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഏതെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. വിവാഹാദി കാര്യങ്ങളിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് വിവാഹത്തിനൊക്കെ വളരെ അനുകൂലമാണ് മേടക്കൂറുകാർക്ക്, അതിൽ പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിന്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മെയ് 1 ശേഷം പഠനമൊക്കെ വളരെ അനുകൂലമാണ് കാണുന്നത്. അപ്പോൾ 2024 വർഷം പൊതുഫലം പറയുമ്പോൾ വളരെ നല്ലതാണ്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറ്. അപ്പോൾ ഇടവക്കൂറിൽ നമ്മൾ നക്ഷത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നക്ഷത്രഫലമാണ് പറയുന്നത്. അതിൽ കാർത്തിക 3/4 വരും, രോഹിണി ഫുള്ളും വരും, മകയിരം അര, മകയിരം 1-2 പാദം അതിൽ വരും. അപ്പം ആദ്യം 3/4 എങ്ങനെ ഇവർക്ക്, അതായത് കാർത്തിക 3/4 ഇവർക്ക് മെയ് 1 വരെ 12-ലാണ് വ്യാഴൻ്റെ സ്ഥിതി. അതിനുശേഷം ജന്മഗുരു തുടങ്ങിയാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, രാശിനാഥൻ, ഇടവക്കൂറിൻ്റെ രാശിനാഥൻ, അതിപ്പോൾ കാർത്തിക 3/4 രോഹിണി
ആണെങ്കിലും മകയിര അരയാണെങ്കിലും രാശിയുടെ നാഥനാണ് ശുക്രൻ. ശുക്രൻ്റെ ഒരു സ്ഥിതി 2024 മാർച്ച് 31 മുതൽ സെപ്റ്റംബർ 20 വരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചാരം. അപ്പോൾ രാശി പറയുമ്പോൾ 12, 11, 12 രാശി 2, 3, 4, 5 ഇത്രയും ഭാവങ്ങൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ധനാഗമമൊക്കെ വളരെ നന്നായിരിക്കും. കീർത്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്കൊരു ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കൊരു ഉന്നതിയിലെത്താനോ, അതായത് ഒരു എങ്ങനെ പറയാം, ഹൈ മാർക്ക് കിട്ടി, അതിനുള്ളൊരു പേര്, നല്ല മാർക്ക് കിട്ടി. ചില കുട്ടികളൊക്കെ +1 +2 നല്ല മാർക്ക് എടുക്കും. അപ്പോൾ പത്രങ്ങളിലൊക്കെ വരും, നല്ല ഹൈ മാർക്ക് എടുത്തു, റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഈ കാലയളവ് നമുക്ക് അനുകൂലമാണ്. മെയ് 1 വരെ, കാർത്തിക 3/4. ഇതിൽ വൃശ്ചികത്തിലെ കാർത്തിക, അത് മാസം കൂടെ പറയുകയാണ്. വൃശ്ചികത്തിലെ കാർത്തിക ആണെങ്കിൽ ജാതകത്തിലാണ് ഉൾപ്പെടുന്നത്. വൃശ്ചികത്തിലെ കാർത്തിക, ധനുവിലെ കാർത്തിക, മകരത്തിലെ കാർത്തിക, കുംഭത്തിലെ കാർത്തിക, ഇതൊക്കെ പക്ഷബലമുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ നല്ലതാണ് കാണുന്നത്. അതായത് ഈ 2024 വർഷം മെയ് 1 വരെ വളരെ അനുകൂലമാണ് കാണുന്നത്. മെയ് 1 ശേഷം ജന്മഗുരു വരെയാണ്. ജന്മഗുരു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ രാശിക്ക്, അതിപ്പോൾ കാർത്തിക ആണെങ്കിലും രോഹിണി ആണെങ്കിലും മകര അരയാണെങ്കിലും ഈ രാശിക്ക് 8, 11 ഭാവാധിപനായ ഗുരു രാശിയിൽ വരുന്നത്, അത് നമുക്ക് ചെറിയ ആരോഗ്യം, ധനാഗമം ഒന്നും പ്രശ്നമല്ല, ആരോഗ്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ കാലയളവ്. 8ാം ഭാവാധിപൻ രാശിയിൽ വരുന്നത് നമുക്ക് ചെറിയ അരിഷ്ടത, അതായത് ജലജന്യ രോഗം പോലെ എന്തെങ്കിലും വരാനോ, ചെവിക്ക് വേദന വരാനോ, ചെവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനോ, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, ഇപ്പം മഞ്ഞപ്പിത്തം പോലെ എന്തെങ്കിലും പിടിപെടാനുള്ള സാധ്യത കാണുന്നു. വെളിയിലുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക, അതായത് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മെയ് 1 ശേഷം ചെറിയ അലസത വരും. അപ്പോൾ അതിലേക്കുള്ള പരിഹാരം നമുക്ക് ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതും നെയ്ദീപം കത്തിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. രോഹിണിക്ക് ഇതാണ് പറയുന്നത്. ജന്മഗുരു വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ജന്മഗുരു സമയത്ത് വളരെ അലസത കാണും, പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. അപ്പോൾ രോഹിണിയുടെ ഇത് നോക്കുകയാണെങ്കിൽ അവർക്കും ചിലപ്പം 27, 28 വയസ്സിൽ വ്യാഴദശയായിരിക്കും നടക്കുന്നത്. അതിപ്പോൾ ചിലവർക്ക് 33 വയസ്സിലൊക്കെ വ്യാഴദശ തുടങ്ങും. വ്യാഴൻ അനുകൂലനാണെങ്കിൽ ജാതകത്തിൽ ഈ മെയ് വരെ നമുക്ക് വളരെ അനുകൂലമാണ് കാണുന്നത്. മെയ്ന് ശേഷം ചെറിയ അരിഷ്ടത ഉണ്ടെങ്കിലും പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. മകേര ഇവർക്കും ജനനസമയം ചൊവ്വാദശയിലാണ് ജനിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ 20 വയസ്സിലേ ആയിരിക്കും വ്യാഴദശ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും അനുകൂല ഭാവത്തിലാണ് ജാതകത്തിൽ വ്യാഴൻ്റെ സ്ഥിതിയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലെയൊക്കെ എഴുതി പാസ്സാവാൻ ഉള്ള മെഡിക്കൽ സംബന്ധമായിട്ട് പഠനം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഈ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പഠനം നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ 6 മാസം, അതായത് മെയ് 1 മുതൽ ഒരു 6 മാസ കാലയളവ് ആരോഗ്യം ശ്രദ്ധിക്കുക. നമുക്ക് ജന്മഗുരു രോഹിണി മകേരത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മിഥുനക്കൂർ. അപ്പോൾ നക്ഷത്ര ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിഥുനക്കൂറിലും മകേര, തിരുവാതിര, പുണർദം, മുക്കാല് ഇവർക്കും ഈ 2024 മാർച്ച് 31 മുതൽ ഒക്ടോബർ 27 വരെ നമുക്ക് അനുകൂലമാണ് ഈ ശുക്രൻ്റെ സഞ്ചാരം. അപ്പം എപ്പോഴും പറയുന്നത് ശുക്രൻ്റെ ഒരു പ്രത്യേകത ലക്ഷർ ഗ്രഹം എന്നാണ് പറയുന്നത്. ശുക്രന് 2 ഭാവസഞ്ചാരമാണ് മോശം. അതായത് 6ാം ഭാവം സഞ്ചരിക്കുന്നതും 7ാം ഭാവം സഞ്ചരിക്കുന്നതും വളരെ മോശമാണ്. ഈ കാലയളവ് കഴിഞ്ഞുള്ളതൊക്കെ നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഇവർക്കും മാർച്ച് 31 മുതൽ ഒക്ടോബർ 27 വരെ ശുക്രൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ് ഈ മകര നക്ഷത്രക്കാർക്ക്. അപ്പം ചിലർ പറയും ഞാൻ ധനുവിലെ മകീരമാണ്, മകരത്തിലെ മകീരമാണ്, കുംഭത്തിലെ മകീരമാണ്, ഇതൊക്കെ പക്ഷബലമുള്ള സമയമാണ്, മാസമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം രാശി തന്നെ, അതായത് മാസവും രാശിയായി പോയാൽ ഇപ്പോൾ പറയാണ് ഞാൻ മിഥുനത്തിലെ മകീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചന്ദ്രബലമില്ല.
കർക്കിടകത്തിലാണെങ്കിലും ചന്ദ്രബലമില്ല, ചിങ്ങത്തിലെ മകയിലാണെങ്കിലും ചന്ദ്രബലം ഇല്ല. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ധനു, മകരം, കുംഭം, മീനം, മേടം ഇതിൽ ഈ മാസങ്ങളിൽ ജനിച്ച് മകര നക്ഷത്രമാണെങ്കിൽ നമുക്ക് ഈ കാലയളവ് 2024 വർഷം ജീവിതം വളരെ ശോഭനമായിരിക്കും. വ്യാഴം 12 1 ശേഷം, അതായത് മെയ് 1 ശേഷം വ്യാഴം 12 ആവുകയാണെങ്കിലും നമുക്ക് ശുഭചെലവാണ് കാണുന്നത് മകര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ തിരുവാതിരയ്ക്കും. പിന്നെ തിരുവാതിരയുടെ ഒരു പ്രത്യേകത 10 നക്ഷത്രാധിപൻ 10 സഞ്ചരിക്കുകയാണ്, ആര്? രാഹു. ഇവർക്ക് എന്തെങ്കിലും മാറി ചിന്തിക്കാം, ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു തൊഴിലോ മാറി ചിന്തിക്കാനുള്ള അവസരം കാണുന്നു. എന്തെങ്കിലും ഇപ്പം ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ ലാഭം ഇല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വേറെ ബിസിനസ്സിൽ ഇറങ്ങാനോ അത് ചിന്തിക്കാനോ ഉള്ള, നമുക്ക് ലാഭം കൊയ്യാനുള്ള അവസരം കാണുന്നു. അപ്പം തമിഴ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് 10 പാമ്പ് അമര വേണ്ടും, 10 രാഹുവിൻ്റെ സഞ്ചാരം അനുകൂലമാണ്. പിന്നെ മെയ് 1 ശേഷം 12 വ്യാഴൻ്റെ സഞ്ചാരം. അപ്പോൾ ശുഭചെലവ് കൂടും. അത് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിവാഹാദി കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനുള്ള, അതായത് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത വൈദിക കാര്യങ്ങളെന്ന് പറയും. അതായത് എന്തും കുട്ടികളെ കൊണ്ടുള്ള ഒരു ചിലവ്, ശുഭചെലവ് അല്ലെങ്കിൽ വീട് വാഹനാദി ഇങ്ങനെയുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ചിലവായിരിക്കും. ഗോൾഡൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് പണയം പോകാനുള്ള അവസരം കാണുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക്. അതും നമുക്ക് ശുഭചെലവിനാണ്, മോശ ചെലവിനല്ല. പുണർദം ആണെങ്കിലും വ്യാഴൻ്റെ നക്ഷത്രമാണ് പുണർദം. അവർക്കും ഈ ഗോൾഡൊക്കെ എന്തെങ്കിലും പണയം പോകാനോ ശുഭകാര്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഈ 2024 വർഷം അനുകൂലമാണ്, പ്രതികൂല അല്ല. മെയ് 1 ശേഷം കുറച്ചുകൂടെ അനുകൂലമാണ്. വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും പഠന വിഷയത്തിൽ നമുക്കിപ്പം മെയ് 1 ശേഷം വ്യാഴം 12 വരുന്നത് ദൂരയാത്ര ചെയ്ത് പഠനം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ മാറി താമസിക്കാനുള്ള അവസരം, ജോലി നിമിത്തം. ചിലവർക്ക് ട്രെയിനിങ് സംബന്ധമായിട്ടൊക്കെ പോകും, 6 മാസം ട്രെയിനിങ്ങിന്. ഈ കാലയളവൊക്കെ അത് സംഭവിക്കും. അപ്പോൾ എന്തുകൊണ്ട് 2024 വർഷം മീനക്കൂറുകാർക്ക് അതിൽ വരുന്ന മകയിരാര, തിരുവാതിര, പുണർദം, മുക്കാലി ഇവർക്ക് അനുകൂലമാണ് കാണുന്നത്, പ്രതികൂല അല്ല. ഇനി അടുത്ത കർക്കിടകം. പുണർദം, കാല്, പൂയം, ആയില്യം. ഇവർക്ക് ശനിയുടെ സഞ്ചാരം 8 വളരെ ശ്രദ്ധ വേണം. അതിലും പ്രത്യേകിച്ച് പൂയ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. രാശിയിലെ നക്ഷത്രത്തിൻ്റെ അധിപനാണ് ശനി. രാശി കർക്കിടകമാണെങ്കിലും നക്ഷത്ര അധിപനായ ശനി 8 സഞ്ചരിക്കുന്നത് നമുക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. പുണർന്നാണെങ്കിലും അവർക്കും സമനാണ് ശനി, അപ്പം അതും 8 സഞ്ചാരം. എന്നാലും ആരോഗ്യം ശ്രദ്ധിക്കുക. മാക്സിമം പുണർന്ന നക്ഷത്രക്കാരും പൂയ നക്ഷത്രക്കാരൊക്കെ ഈ രാത്രി യാത്ര ഒഴിവാക്കുക. ആയില്യത്തിന് മിത്രമാണ് ശനി, എന്നാലും 8 സഞ്ചാരം അത്ര നന്നല്ല. പിന്നെ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റെ സഞ്ചാരം ഈ കാലയളവ് ദൈവവിശ്വാസം കുറയും. അതിപ്പോൾ പുണർന്നാണെങ്കിലും പൂയാണെങ്കിലും ആയില്യാണെങ്കിലും ദൈവവിശ്വാസം കുറയും. അപ്പോൾ അതിലേക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് രാഹു 9 പോകുന്നത് അത്ര നന്നല്ല. പിന്നെ മെയ്യിന് ശേഷം, അതായത് മെയ് 1 ശേഷം വ്യാഴം 11 സഞ്ചാരം. ആ കാലയളവ് നമുക്ക് കുറച്ചുകൂടെ അനുകൂല ഇത് വരും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് മെയ് 1 ശേഷം പഠനമൊക്കെ മികച്ചതാവും. ഇപ്പം ബിസിനസ് മേഖലയിലുള്ളവർക്കാണെങ്കിലും മെയ് 1 ശേഷം 2024 മെയ് 1 ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും, ധനാഗമം വരും. അപ്പം മെയ് 1 വരെ 10 വ്യാഴൻ്റെ സഞ്ചാരം, 9 രാഹുവിൻ്റെ സഞ്ചാരം, 8 ശനിയുടെ സഞ്ചാരം അത്ര നന്നല്ല. വളരെ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. രാത്രി യാത്ര ഒഴിവാക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും 2 വീലറൊക്കെ ചോദിക്കും. ഈ കാലയളവ് അത്ര നന്നല്ല സമയം. എന്താണെങ്കിലും മെയ് കഴിഞ്ഞിട്ട് മതി ഒരു 2 വീലർ വാങ്ങിച്ചു കൊടുക്കാനോ ദൂരയാത്ര പോകാനുള്ള. കുട്ടികളിപ്പോൾ അങ്ങനെയാണ്. പഠന വിഷയത്തിലൊക്കെ ചിലപ്പം മെയ് വരെ കുറച്ച് പിന്നോക്കമായിരിക്കും, അത് കഴിഞ്ഞ് മാറ്റം സംഭവിക്കും. അപ്പോൾ ഈ 3 നക്ഷത്രത്തിൽ പുണർദക്കാർക്ക് പൂയക്കാർക്കൊക്കെ വളരെ ശ്രദ്ധ വേണം. 8 ശനിയുടെ സ്ഥിതി. ആയില്യത്തിന് മിത്രനാണെങ്കിലും നമുക്ക് മെയ് വരെ കുറച്ച് ശ്രദ്ധ വേണം. അപ്പം കർക്കിടക കൂറുകാർ ആരോഗ്യം ശ്രദ്ധിക്കുക. ശുഭമസ്തു.